കുറേ ദിവസമായി വീട്ടിൽ ബോറടിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ് രാത്രി ഞാൻ വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ മക്കളുമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എല്ലായിടും ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ തിരിച്ച് റൂമിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോന് പറഞ്ഞു നല്ല വിശക്കുന്നുണ്ട്, എന്താ അറിയില്ല. മോനും പറഞ്ഞു മോളും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ ഫുഡുണ്ട്, ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ വേസ്റ്റ് ആയിപ്പോൾ, അതുകൊണ്ട് അത് കഴിച്ചാൽ മതി, ഇനി പുറത്തൊന്നും കഴിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കി കൊണ്ടുവന്നത്. ആൾക്കാർക്ക് അപ്പത്തേനും നല്ല വിശപ്പ്. ഞങ്ങളോ എവിടെയെങ്കിലുമൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. ഫുഡ് നോക്കിയപ്പോൾ ഫുള്ള് ഹെവി ഫുഡുകളാണ്. ബ്രോസ്റ്റ്, ഷവർമ, അതൊക്കെ അവർക്ക് വാങ്ങിക്കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഓർത്ത് രാത്രി നല്ല 11 മണിയൊക്കെ ആവും ചെയ്തിരുന്നു സമയം. ആ ടൈമില് കുട്ടികൾക്ക് അത് കൊടുക്കണം നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തെരഞ്ഞ് ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു പുതിയതായിട്ട് തുടങ്ങിയാന്ന് തോന്നുന്നു അല്ലേ, നോർത്ത് ഇന്ത്യ ഫുഡ് കോർട്ടാണ് ഞങ്ങൾ കണ്ടത്. അവിടെ കണ്ടപ്പോൾ നല്ല ആംബിയൻസ്, നല്ല സൈലന്റ് ആയിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. സൈലന്റ് ഉള്ള നമ്മള് മക്കളെ കൊണ്ട് പോയപ്പോൾ തീരുമാനമായിട്ടുണ്ട് സൈലൻസ് ഒക്കെ. അപ്പൊ നല്ല ഞങ്ങൾക്ക് കയറാൻ പറ്റിയ സ്ഥലമാണ്. ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓർഡർ ചെയ്യണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കണ്ടപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഫുഡും അവിടെ ഇല്ലായിരുന്നു. എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, ഏത് രീതിയിലാണ് മേടിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ അവരുടെ എന്തൊക്കെയാണ് അവിടെ കിട്ടുകയെന്നൊക്കെ മെനു നോക്കി അവരോട് തന്നെ ചോദിച്ചു. ഞങ്ങൾ ഇത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കൺഫ്യൂസായി എന്താണ് ഓർഡർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് അവർ റൈസും വെജിറ്റബിളും പോലെ എന്തുണ്ടെന്ന് പറഞ്ഞു. വെജിറ്റബിളിന്റെ കാര്യമാണ് ഭയങ്കര മിക്സർ പോലെ തോന്നിയത് എനിക്ക്. വെജിറ്റബിളിന്റെ ഒരു വെജിറ്റബിൾ ഷോപ്പത്തെ എല്ലാ വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള റൈസും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ല, ഒരു വെജിറ്റബിൾ ഷോപ്പത്തെ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് അവര് ഇത് നമുക്ക് കിട്ടിയിട്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ അവിടെ ആരും, ഞങ്ങൾ പോയപ്പോഴത്തേനും 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയൊരു ടൈമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ഒരു രസമായി അവിടെ ആരും ഇല്ലാണ്ട്. അവരിങ്ങനെ അവരുടേതായ രീതിയിൽ ഓടിക്കളിച്ചിങ്ങനെ നടക്കുന്നത്. പിന്നെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡ് അവര് നമ്മൾ ഷവർമ്മയാണ് എന്തോ ഷവർമ്മ പോലെയൊക്കെയാണ് നമുക്ക് തോന്നി. ഷവർമ്മയൊന്നും അല്ല, വേറെന്തൊക്കെ അവരുടെ ഫുഡുകളാണത്. അത്യാവശ്യം നല്ല ഓർഡറുള്ള ഫുഡാണ്. അതവരുടെ മെയിൻ ഫുഡാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മളത് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. നമ്മളപ്പത്തേനും ഫുഡ് എന്താ നമുക്ക് ഭയങ്കര ഹാപ്പി ആവാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കള് സാധാരണ വീട്ടിൽ വെജിറ്റബിൾസ് കൊടുത്ത് തീരെ കഴിക്കാത്ത മക്കള് അവിടെ പോയപ്പോ അവർ എന്ത് ചെയ്തു, വെജിറ്റബിൾസ് നല്ലപോലെ കഴിച്ച്. എല്ലാവരും ശരിയുള്ള മിറ്റത്തെ മുല്ലക്ക് മണമല്ലെന്ന് പറഞ്ഞ മാതിരി മക്കൾക്ക് പുറത്ത് പോയപ്പോ മക്കൾക്ക് വെജിറ്റബിൾസിനൊന്നും വെജിറ്റബിൾസ് കഴിക്കാൻ അവർക്കത് പുറത്തു പോയി അവരെന്ത് ഫുഡ് കഴിച്ചാലും വെജിറ്റബിൾ കൊടുത്താലും ഒക്കെ അവര് നല്ലപോലെ കഴിച്ചോളും. അവരുടെ വിചാരം അത് വലിയ എന്തോ സംഭവമാണ്.